അങ്ങനെ കർക്കിടകം പെയ്തൊഴിഞ്ഞു. ഇനി സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ്. ഇന്ന് ചിങ്ങമൊന്ന്. ഇത്തവണ ചിങ്ങമൊന്ന് പതിവ് പോലെ പുതുവർഷപ്പിറവി മാത്രമല്ല കേട്ടോ. എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? കൊല്ലവർഷം 1199 അവസാനിക്കുകയാണ്, 1200 തുടക്കം കുറിക്കുന്നു. അതെ, മലയാള വർഷത്തിൽ പുതിയൊരു നൂറ്റാണ്ട് കൂടി പിറവിയെടുക്കുക. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയതും ഞാറ് നടന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. എന്നാൽ പിന്നെ അതെടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. പാടത്ത് നെല്ല് വിതച്ച് കിളിർത്ത് ഏതാണ്ട് ഈ പാകമാകുമ്പോൾ കിളിർക്കാത്ത സ്ഥലങ്ങളിലേക്ക് ഇവർ പറിച്ചു നടും. ദേ ഇവർ ചെയ്യുന്ന കണ്ടില്ലേ, ഇതുപോലെ ഒത്തിരി ഞാറുള്ള സ്ഥലത്തു നിന്ന് അവർ ഞാറ് ഇതുപോലെ പറിച്ച് കെട്ടിവെക്കും. എന്നിട്ട് ഞാറ് കുറവുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരിതിങ്ങനെ എറിഞ്ഞു കൊടുക്കും. കണ്ടില്ലേ, ഇവരാണ് കുട്ടനാട്ടിലെ കർഷകർ. ഈ നാട്ടിൻപുറത്തെ ചെറിയ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് എന്ത് രസമായിട്ടാണെന്നറിയോ ഇവർ ജോലി ചെയ്യുന്നത്. ആരോടും ആർക്കും പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല. ഇതാണ്ട് ഹരിയേട്ടൻ്റെ അമ്മ. ഞാൻ മുന്നത്തെ വീഡിയോയിലും അമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഇവിടെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിവൊന്നുമില്ല. അപ്പം അമ്മയാണ് എനിക്ക് എല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. കൃഷിയെ പറ്റിയും ഇതിൻ്റെ നടിച്ചിലിനെ പറ്റിയും ഒക്കെ എനിക്ക് അമ്മയാണ് പറഞ്ഞു തരുന്നത്. ഞാറായി ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും വളം ഇട്ട് കൊടുക്കും. കണ്ടില്ലേ, ആ ചേട്ടനോട് വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുമ്മായപ്പൊടിയാണ് കേട്ടോ വളമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കക്കാറച്ചിയുടെയൊക്കെ കക്കാത്തൊണ്ട് നീറ്റി ഉണ്ടാക്കുന്ന കുമ്മായപ്പൊടിയാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി കൂടെയുള്ളവരെല്ലാവരും നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ചേച്ചിമാരൊക്കെ തന്നെയാണ്. അങ്ങനെ ഇവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിട്ട് ഒരാൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചേ. ഇതാണ് ഇവരുടെ കൂട്ടത്തിൽ മെയിൻ കൃഷിക്കാരി. ഭയങ്കര ഹാർഡ് വർക്കറാണ്. ഇവരിറങ്ങുന്നതിനേക്കാൾ മുന്നേ കണ്ടത്തിലിറങ്ങി ഇവർ കയറി കഴിഞ്ഞാലും കയറാത്തതായിട്ട് ഒരേ ഒരു കൃഷിക്കാരിയാണ് കേട്ടോ ഇത്. ഈ വരുന്ന കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ കളറൊന്നും അല്ല കേട്ടോ, വെള്ള കളറാണേ. ഇത് ചെളിക്കകത്തൊക്കെ പൂണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നത്. ഞാറ് കരണ്ട് തിന്നുന്ന എലികളും തുരപ്പന്മാരൊക്കെ ഉണ്ട്. അവരെ പിടിക്കുന്നതാണ് ഇവളുടെ മെയിൻ ഡ്യൂട്ടി. ഞാൻ ഇവളെപ്പറ്റിയും മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ നടുത്തരത്തിൽ ഈ നാട്ടിൽ ഈ നിൽക്കുന്ന ചേച്ചിമാരുടെയൊക്കെ വീട്ടിലൊരു അംഗം പോലെയാണ് ഇവൾ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവളോടും എല്ലാവർക്കും ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോയിട്ടുള്ളത്. എനിക്ക് വെള്ളം എടുക്കാൻ എൻ്റെ കൂടെ കൂട്ടിന് വന്നായിരുന്നു ഒരാൾ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടോ. അപ്പോൾ അമ്മേനോട് പറഞ്ഞ് നല്ല വെയിലാണ്, കയറി പൊക്കോളാം, അകത്തേക്ക് കയറി പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയും എനിക്ക് വെയിലൊന്നും വലിയ വിഷയമില്ല. കാരണം എനിക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വ്യൂ അല്ലേ. ഞാൻ അല്ലെങ്കിൽ വൈബ് പിടിക്കുന്ന ആളാണ്. എനിക്കിങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ നേരെ വീടിൻ്റെ വാതിക്കലുള്ള വ്യൂ ആണ്. സിറ്റൗട്ട് നിന്നാൽ കാണുന്ന വ്യൂ ആണിത്. നേരെ അക്കരെ കാണുന്ന അമ്പലം, അവിടെ തന്നെയാണ് ബോട്ട് കെട്ടി. അവിടെ നിന്ന് ബോട്ട് കെട്ടിയാൽ ഞങ്ങൾ ടൗണിലേക്ക് പോവാറ്. പിന്നെ രാവിലെ 1-ാം തീയതി ആയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ആമിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമി ഈ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവളായിട്ട് കുറച്ച് വീഡിയോയും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ചില സമയത്ത് ഇളകുമെന്നുള്ളൂ, എന്നാലും പുള്ളിക്ക് ഇഷ്ടമാണ്. പുള്ളി ഫോട്ടോസിനൊക്കെ പോസ് ചെയ്ത് തരും. നല്ല ചിരിക്കാനൊക്കെ പറയുമ്പോൾ ചിരിച്ചൊക്കെ തരുന്ന ഒരാളാണ്. പിന്നെ ആൾ നിന്നും ഇരുന്നും ഒക്കെ ആയിട്ട് 3-4 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള 2-3 ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് നല്ലത് കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ.